ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ടേബിൾ സെറ്റ് ചെയ്യണം ഫിഷ് ടാങ്കിന്. അപ്പം ഫോർമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യായിരുന്നു. അപ്പം പീസസാണ്, വുഡ് പീസസാണ്. നമ്മളത് അസംബിൾ ചെയ്ത് അത് റെഡിയാക്കി എടുക്കണം. സോ ഇതതിൻ്റെ കൂടെയുള്ളൊരു ബുക്കാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം നമ്മളത് അസംബിൾ ചെയ്യാനായിട്ട് കേട്ടോ. സിമ്പിളാണ്, വളരെ പാടൊന്നുമില്ല. ഒരു 1 hour എടുത്ത് മാക്സിമം നമുക്കത് സെറ്റ് ചെയ്യാമെന്നുള്ളൂ. ഈ വുഡ് പീസിൽ ലേബിൾ ചെയ്തിരിക്കുന്ന നമ്പർ ഇല്ലെങ്കിൽ ലെറ്റേഴ്സ് അനുസരിച്ച് വേണം നമ്മളത് അസംബിൾ ചെയ്യാനായിട്ട്. അപ്പം ഈ വുഡ് പീസിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള സ്ക്രൂ, അത് കണക്ക് തന്നെ ഗ്രിപ്പുകൾ, സ്റ്റിക്കേഴ്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഡ്രില്ല് ചെയ്താൽ മാത്രം മതി, ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം ആ ലെറ്റർ നോക്കി നമ്മളത് ഓരോ പീസും അറ്റാച്ച് ചെയ്യുക. ഇത് നമ്മളൊരു 6 ക്യൂബിൻ്റെ ഷെൽഫാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളത് ഹൊറിസോണ്ടലായിട്ട് ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതനുസരിച്ച് നമ്മളത് ഡ്രില്ല് ചെയ്യുക. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ സിമ്പിളാവും, പെട്ടെന്ന് ഡ്രില്ല് ചെയ്ത് പോകാം. ഒരു സ്ക്രൂ ഡ്രൈവർ ആകുമ്പോഴത്തേക്കും നമ്മളൊരു സൈഡ് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേ സൈഡ് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ടേബിൾ പുറത്തുനിന്ന് മേടിക്കാൻ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ്ലിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ അറൗണ്ട് ഒരു 60 യൂറോയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും നല്ല ടേബിളിന് കേട്ടോ. അപ്പോൾ ആലോചിച്ച് ആമസോണിൽ നോക്കിയിട്ട് ഇൻ കേസ് നമുക്ക് കിട്ടിയില്ല, അഫോർഡബിൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും, കോസ്റ്റ്ലി ആണെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ ചോദിച്ചു നോക്കിയപ്പോൾ അത് ആമസോണിൽ നമുക്ക് അത്യാവശ്യം 35 യൂറോയേ ഉള്ളൂ ഈ വുഡ് പീസ്. നമുക്കത് അറ്റാച്ച് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു, സാധനം കിട്ടിയത് അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ, നല്ല വുഡാണ്, നല്ല മെറ്റീരിയലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു ഫൈനൽ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഷെൽഫ് റെഡിയാണ് കേട്ടോ. സോ മാർക്കറ്റ് പ്ലേസിലും നമ്മൾ നോക്കിയായിരുന്നു ഒരു ടേബിൾ മേടിക്കാൻ. അപ്പം അതിന് നമുക്ക് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നോക്കിയൊക്കെ എടുക്കാം, അത്ര മെനക്കെടാൻ പറ്റാത്തത് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പർച്ചേസ് ചെയ്യായിരുന്നു. നമ്മൾ സ്ക്രൂ എല്ലാം ഓരോ സൈഡിലും ഫിക്സ് ചെയ്തു. 2 ടൈപ്പ് സ്ക്രൂ ആണ്, 4 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും സ്ക്രൂസാണ് നമ്മളെല്ലാം അറ്റാച്ച് ചെയ്ത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം കേട്ടോ, ഒരു 6 ഷെൽഫ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ബോക്സ് കൂടെ നമുക്കത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ബോക്സുകൾ കവർ ചെയ്യാനായിട്ട്. അപ്പം നമുക്കിത് എവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ട ആ വാളിലോട് ചേർത്ത് വെച്ച് നമുക്ക് 2 ക്ലാമ്പ് കൂടെ ചെയ്യാം, നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അത്രയും വെയിറ്റുള്ള വെക്കുമല്ലേ, ഇൻ കേസ് നമ്മൾ ഫ്രണ്ടിലോട്ട് മറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്ലാമ്പൊക്കെ വെച്ച് ഫിഷ് ടാങ്ക് കൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.